എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും അങ്ങ് മാനിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഈ ആരാധനയിൽ ഉടനീളം ഉണ്ടാകണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളല്ല ഈ ആരാധന നയിക്കുന്നത്, കർത്താവിൻ്റെ ആത്മാവാണ്. യേശുവേ, അങ്ങ് ഈ ആരാധന ഏറ്റെടുക്കണമേ, അങ്ങ് ഇതിനകത്ത് ശുശ്രൂഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇനി കുട്ടി ഒരുത്തുവാനുള്ളവരെ എല്ലാം എത്രയും വേഗം അങ്ങ് കുട്ടി വരുത്തണം. പ്രാർത്ഥനയാചനം കേട്ട കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാവുന്ന പാട്ട് പഠിക്കത്താൻ സ്തോത്രം. സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പലകരേശുവെ മറന്നിരിക്കും, തന്തയൊന്നായി ഘോഷിച്ചിടാം. പലകരേശുവെ മറന്നിരിക്കും, തന്തയൊന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോ. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോ. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. ആമേൻ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. ഇന്നെന്ന ഭാരതമേറിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരതമേറിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. കാക്കയ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ. അകത്തും പുറത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. ആമേൻ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പലകരേശുവെ മറന്നിരിക്കും, തന്തയൊന്നായി ഘോഷിച്ചിടാം.
യേശുവേ മറന്നിരിക്കും തന്തയൊന്നായി ഘോഷിച്ചിടാം. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരത നേരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത നേരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുര ചെയ്തില്ലേ. കങ്കേയൻ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കങ്കേയൻ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴുന്നില്ലാതെ. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പാഴുന്നില്ലാതെ. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. ആമേൻ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോൾ. ഈശാനമൂലൻ അടിച്ചുയർന്നു, പടകു തകർന്നെന്നു തോന്നിയപ്പോൾ. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. 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 വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Amen, amen, amen. Hallelujah. 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 Praise the Lord. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ലിജു ബ്രദർ മുമ്പോട്ട് വന്ന ഒരു സംഗീതം നമുക്ക് വേണ്ടി വായിക്കും. Praise the Lord. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് Psalms 139 വാക്യം പ്രതി വാക്യം വായിക്കാം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. O Lord, you have searched me and known me
You comprehend my path and my lying down, and are acquainted with all my ways. You have hedged me behind and before, and laid your hand upon me. Where can I go from your spirit, or where can I flee from your presence? If I take the wings of the morning and dwell in the uttermost parts of the sea, if I say, surely the darkness shall fall on me, even the night shall be light about me. For you formed my inward parts, you covered me in my mother's womb. My frame was not hidden from you when I was made in secret and skillfully wrought in the lowest parts of the earth. How precious also are your thoughts to me, O God, how great is the sum of them. Oh, that you would slay the wicked, O God. Depart from me, therefore, you bloodthirsty men. Do I not hate them, O Lord, who hate you? And do I not loathe those who rise up against you? അവസാന രണ്ട് വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. Search me, O God, and know my heart. Try me and know my anxieties, and see if there is any wicked way in me, and lead me in the way of everlasting. നമ്മുടെ വിശുദ്ധ കരങ്ങളോട് നമുക്ക് ദൈവത്തെ സ്തുതി ചെയ്യാം. Praise the Lord. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Praise the Lord. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒന്നും ചിരിയൊന്നുമില്ല ആരുടെ മുഖത്ത്. ഈ സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ദാവീദ് ഭയങ്കര സന്തോഷത്തോടെയാണ് സങ്കീർത്തനം എഴുതുന്നത് അല്ലേ. ഒരു പാട്ടാണല്ലോ ഇതൊക്കെ. അപ്പോൾ അവൻ എഴുതുമ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ്റെ മുഖത്ത് ഓൾവേസ് ഒരു സ്മൈലോ സന്തോഷം കാണും. നമ്മൾ സങ്കീർത്തനം എഴുതുന്നില്ല, പക്ഷെ നമ്മൾ ദാവീദിൻ്റെ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ മുഖത്തും ആ സന്തോഷം ഉണ്ടാവണം. 139 സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലോ. ഇതിൻ്റെ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. പക്ഷെ അവിടെ വേറെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. എന്തോ എഴുതിയിരിക്കണേ അല്ലല്ല ആൻറ്റി ടൈറ്റില് ഓക്കെ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഫോർ ദ ചീഫ് മ്യൂസിഷ്യൻ. അപ്പോൾ ചില ഇതിനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലർ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ ദാവീദ് ആസാഫിനോട് പറയുമായിരിക്കും. ഓറൽസ് അന്നത്തെ കാലത്തെ ലെവിറ്റിക്കസ് സോങ്സിൻ്റെ ലീഡേഴ്സൊക്കെ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ എഴുതുമായിരിക്കും. അല്ലെങ്കിൽ ഈ ചീഫ് മ്യൂസിഷ്യൻ ചിലപ്പോൾ ദൈവമായിരിക്കും. ചീഫ് മ്യൂസിഷ്യൻ ആവാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിനെയാണ് ദാവീദ് പറയണത്, അങ്ങനെയും ആവാൻ സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടെക്സ്റ്റ് തരുവാണ്. അപ്പം നമുക്ക് ആദ്യത്തെ വാക്യങ്ങളിലേക്ക് പോവാം. അവിടെ പറയുന്നത് ഈ അധ്യായം 4 പാർട്ടിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു Psalm 119 നമ്മൾ പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്, ഞാൻ പോലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം പ്രാവശ്യം പുതിയ സങ്കീർത്തനമായിട്ട് വരാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ റിപ്പീറ്റേഷനൊക്കെ വരാം. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റീസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ. ആദ്യത്തെ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ക്വാളിറ്റീസ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗോഡ്? വാട്ട് ഷുഡ് ബി ദ ക്വാളിറ്റീസ് ഓഫ് ഗോഡ്? ഹി ഷുഡ് ബി ഗുഡ്, ഹി ഷുഡ് ബി ലവിങ്. ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് ആണ് ഓംനി സൈൻസ്, ഓംനി പ്രസൻസ്, ഓംനി പോട്ടൻറ്റ് അല്ലേ. ഓംനി സൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി നോസ് എവറിത്തിങ്. ആൻഡ് ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് എവ്രിവെയർ. ആൻഡ് ഓംനി പോട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് ദ സ്ട്രോങ്ങസ്റ്റ്, ഹി ഈസ് ദ പവർഫുൾ ഗോഡ് അല്ലേ. ഈ 3 ക്വാളിറ്റീസും നോർമലി ഇഫ് യു വാണ്ട് ടു കോൾ എ പേഴ്സൺ ഗോഡ്,
this quality, default quality should be there, or else you cannot call him God. പക്ഷേ ഇത് കൂടാതെ വേറെ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് നമ്മുടെ ദൈവത്തിൽ? ഞാനിങ്ങനെ ഇന്നലെ ചിന്തിക്കായിരുന്നു. ബിക്കോസ് ദീസ് ക്വാളിറ്റീസ് മൈറ്റ് ബി വേറെ ആൾക്കാരും ഈ ക്വാളിറ്റീസ് വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ ദൈവത്തിന് വേറെ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്? ഏറ്റവും വലിയ ക്വാളിറ്റി വിച്ച് Ruben already said, സ്നേഹം. God loves you. ബാക്കിയുള്ള ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ മേ ബി അതർ റിലീജിയൻസിൽ സ്നേഹത്തെക്കുറിച്ച് പറയത്തില്ല അല്ലേ? ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയത്തില്ല. മേ ബി അവർ പറയും ദൈവം ഒരു ജഡ്ജാണ്, റൈറ്റ് റോങ് ജഡ്ജ് ചെയ്യുന്ന ദൈവമാണ്. പക്ഷെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ അവർ, അതല്ല നമ്മുടെ സ്നേഹത്തെക്കുറിച്ചല്ല ടോപ്പിക്ക്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ദാവീദ് എല്ലാം ദൈവം എന്തൊക്കെ ചെയ്തു, ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഇവിടെ. നമുക്ക് ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ. O Lord, you have searched me and known me. You know my sitting down and my rising up. You understand my thought afar off. You comprehend my path and my lying down and are acquainted with all my ways. ദൈവം നമ്മളെ എല്ലാം നമ്മളെക്കുറിച്ച് എല്ലാം ദൈവം അറിയുന്നു അല്ലേ? നമ്മളെ സെർച്ച് ചെയ്തു അല്ലേ? അവിടെ പറയുന്നത് യു ഹാവ് സെർച്ച്ഡ് മീ ആൻഡ് നോൺ മീ അല്ലേ? ദൈവം ഇപ്പോൾ നമ്മൾ പല ദൈവത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുവാണെങ്കിൽ ഒരു ദൈവം പോലും മീൻസ് ഹി നോസ് എവറിത്തിങ് എന്ന് പറയാം അല്ലേ? ദൈവം എല്ലാം അറിയുന്നു. പക്ഷെ അതിനേക്കാട് ഒത്തിരി വലിയ കാര്യം എന്തുവാ? വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഗോഡ് നോസ് എവറിത്തിങ്? God knows you. That is what most important thing അല്ലേ? ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ പറഞ്ഞ് യു ഹാവ് സെർച്ച്ഡ് മീ ആൻഡ് നോൺ മീ എന്നാണ് ഇതിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ദൈവത്തിന് എല്ലാം അറിയാം. പക്ഷെ അതിനേക്കാളും വലിയ കാര്യമാണ് ദൈവം നിങ്ങളെ അറിയുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ഓംനി പ്രസൻസിനെ കുറിച്ച് ദൈവം എല്ലാ സ്ഥലത്തുണ്ട്. അതിനേക്കാളും ഏറ്റവും വലിയ കാര്യം എന്തുവാ? എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? പിന്നെ നമ്മൾ വായിക്കുന്നു ദൈവം എല്ലാം സൃഷ്ടിച്ചു. അതിനേക്കാളും ഏറ്റവും വലിയ കാര്യം എന്തുവാ? എന്നെ ദൈവം സൃഷ്ടിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ പറയുന്നു ദൈവം ഈ ലോകത്തെ എല്ലാം സ്നേഹിക്കുന്നു അല്ലേ? അതിനേക്കാളും ഏറ്റവും വലിയ കാര്യം എന്തുവാ? ദൈവം എന്നെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? അപ്പോൾ ദാവീദ് അവിടെ പർട്ടിക്കുലർലി പോയിന്റ് ഔട്ട് ചെയ്യാണ്. ഹി നോസ് മീ, ഹി സെർച്ചസ് മീ. എന്നെ ദൈവം അന്വേഷിക്കുന്നു. മീൻസ് ഹി സ്പെൻഡ് ടൈംസ് ഫോർ മീ. അതാണ് ദാവീദ് അവിടെ പുകഴ്ത്തി പറയുവാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് യു നോ മൈ സിറ്റിംഗ് ആൻഡ് മൈ റൈസിങ് അപ്പ്. ഞാൻ എണീക്കുന്നതും ഇരിക്കുന്നതും എല്ലാം, എൻ്റെ മനസ്സിലിരിക്കുന്നത് എല്ലാം. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് എന്തോ ചിന്തിക്കുന്നത് അതാരാ കാണട്ടെ? ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിലായിരുന്നെങ്കിൽ നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ ലണ്ടനിലായിരിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ അമേരിക്കയിലായിരിക്കും അല്ലേ? നമ്മുടെ മനസ്സ് അങ്ങനെ ഓടിപ്പോവല്ലേ? ചില ചിന്തകൾ വന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇസ്രായേലിൻ്റെ യുദ്ധത്തിന് കാര്യമായിരിക്കും നമ്മൾ ചിന്തിക്കണോ? ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല. നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സാധനം കണ്ടു, ഓക്കെ, അതിൽ നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് പോവുകയാണ്. പക്ഷെ ആരാ ഇതൊക്കെ തോട്ട്സ് അറിയണേ? ദൈവമാണ് ഈ തോട്ട്സ് ഒക്കെ അറിയണം, നമ്മുടെ തോട്ട്സ് എല്ലാം. അപ്പം നമ്മൾ ഒരു വശം നോക്കുവാണെങ്കിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. മറ്റേ വശത്ത് നോക്കുവാണെങ്കിൽ ഗോഡ് കെയർസ് ഫോർ യു. ദൈവം നമുക്ക് വേണ്ടി കെയർ ചെയ്യാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ഇത്രയും പഠിക്കുന്നത് അല്ല, നമ്മളെക്കുറിച്ച് ഇത്രയും ദൈവത്തിനെ അറിയുന്നത്. നമ്മൾ എല്ലാം റൂബനെ ദൈവം പ്രോപ്പർ രീതിയിൽ നടത്താൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സെർച്ച് ചെയ്യുന്നത് അല്ലേ? ദാവീദ് ആ ആംഗിളിലാണ് പറയുന്നത്. ദാവീദ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത് ദൈവം നമ്മളെ എല്ലാം അറിയുന്നു, അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല. ഓക്കെ, പിന്നെ നമ്മൾ വായിക്കുന്നു ഫോർ ദർ ഇസ് നോട്ട് എ വേർഡ്, 4ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഫോർ ദർ ഇസ് നോട്ട് എ വേർഡ് ഓൺ മൈ ടങ് ബട്ട് ബിഹോൾഡ് ഓ ലോർഡ് യു നോ ഓൾ ടുഗദർ. നമ്മുടെ വായെന്ന് പറഞ്ഞ ഒരു വാക്ക് ബിഫോർ ഇറ്റ് കംസ് ഔട്ട് ഹു നോസ് ഇറ്റ്? ദൈവത്തിനെ അറിയാം. അപ്പോൾ എത്രമാത്രം നമ്മൾ കെയർഫുൾ ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അല്ലേ? നമ്മൾ ആരെങ്കിലും കളിയാക്കാവോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ, നല്ല വാക്കുകളും പറയുവാണെങ്കിൽ എല്ലാം ആർക്ക് അറിയാം? ദൈവത്തിനെ അറിയാം. നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം ആ കാര്യത്തിൽ. പിന്നെ അവിടെ 5ാമത്തെ വാക്യം വരുന്നത് യു ഹാവ് ഹെഡ്ജ്ഡ് മീ ബിഹൈൻഡ് ആൻഡ് ബിഫോർ ആൻഡ് ലേഡ് യുവർ ഹാൻഡ് അപ്പോൺ മീ. ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? ഹെഡ് ചെയ്തിരിക്കുന്നു, ഫെൻസ് ചെയ്തിരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുള്ളൂ. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ദൈവം ഹെഡ് ചെയ്തത്, ഹു ഗോഡ് ഹെഡ്ജ്ഡ്? ജോബിന് ദൈവം ഹെഡ് ചെയ്തു അല്ലേ? അപ്പൊ ഹെഡ് ചെയ്യുമ്പോൾ എന്തുവാണ്? ആരെങ്കിലും വരുവാണെങ്കിൽ ഹി ഹാസ് ടു കം ത്രൂ ദാറ്റ് ഹെഡ്ജ്. ഇപ്പൊ സാത്താൻ വന്നിട്ട് സാത്താൻ റിക്വസ്റ്റ് ചെയ്യുക ദൈവത്തോട്, നീ യോബിനെ ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുകയാണല്ലോ, എനിക്ക് അവസരം ഇല്ലല്ലോ. അങ്ങനെ അപ്പൊ നമ്മളെക്കുറിച്ച് ദൈവം എന്ത് വരിക? ഹെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചില സമയത്ത് ദൈവം അലോ ചെയ്യും. അന്നേരം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവം ഒരിക്കലും
കഷ്ടങ്ങൾ എത്ര വന്നാലും ദൈവം നമ്മളെ ഒരിക്കലും മരിക്കാൻ സമ്മതിക്കില്ല, അല്ലേ? നമ്മളെ സാധാരണ ഇങ്ങനെ വിട്ടുകൊടുക്കില്ല. ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ ആ പ്രൊട്ടക്ഷനാണ് ദൈവത്തിനെ കാണുന്നത്. നമ്മൾ ഇങ്ങനെ നോക്കരുത്. ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നു. ഇപ്പം നമുക്ക് മിക്ക ആൾക്കാർക്കും സ്പീഡിംഗ് ടിക്കറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവും, അല്ലേ? ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ആവുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബദർ പറഞ്ഞായിരുന്നല്ലോ. സോ ഓട്ടോമാറ്റിക് ഫ്ലാഷ് ആവുന്നു. വി ഹേറ്റ് ദാറ്റ്, റൈറ്റ്? നമുക്ക് ക്യാമറ ഒത്തിരി ദേഷ്യമുള്ള കാര്യം, UK സ്പെഷ്യലി, അല്ലേ? ഈ ക്യാമറ വെച്ചിരിക്കുന്നു, അത് വെച്ചിരിക്കുന്നു, എന്തോരം കംപ്ലയിൻസാണ് നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷെ നമുക്ക് പ്രൈവസി ഇല്ല. എന്ത് ചെയ്താലും നമ്മുടെ കമ്പനിയിൽ പോയാലും ക്യാമറയാണ്, നമ്മൾ ഗ്രോസറി പോയാലും ക്യാമറയാണ്. നമ്മളെ വാച്ച് ചെയ്യണു ആൾക്കാർ, അല്ലേ? വാച്ച് ചെയ്യണു. അപ്പോൾ വി ഹേറ്റ് ദാറ്റ്. നമുക്ക് ഇഷ്ടമില്ല അതൊക്കെ. വി സേ ദാറ്റ് നമ്മുടെ പ്രൈവസി റിവീൽ ആവണം. പക്ഷെ ദർ ഇസ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്, റൈറ്റ്? അത് നമ്മൾ അവർ സെക്യൂരിറ്റിക്ക് വേണ്ടി വെക്കുന്നു. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുവാണെങ്കിലോ, ഹോസ്പിറ്റലിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ക്യാമറ വെക്കും. അതെന്തിനാ? ആരെങ്കിലും വന്ന് കുഞ്ഞു പിള്ളേരെ എടുക്കാൻ വേണ്ടിയല്ല. എന്തിനാ വെച്ചിരിക്കണേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അവരുടെ ചിലപ്പോൾ BP കൂടിയോ, എന്തെങ്കിലും അമ്മമാർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ക്യാമറ വെക്കും. മേ ബി UK ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഉണ്ട്, US ഉണ്ട്. സോ ദേ കീപ് ദ ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് മദേഴ്സ് സോ ദാറ്റ് ദേ കൻ വാച്ച് ദർ കിഡ്സ് ബിക്കോസ് ദ കിഡ്സ് ആർ നോട്ട് വിത്ത് ദം. അപ്പോൾ എന്തെങ്കിലും അവർക്ക് ബ്രീത്തിങ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതെന്തുവാ, ആ ക്യാമറ എന്തുവാ, അതൊക്കെ ഒരു കെയറിന് വേണ്ടിയാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ആ ക്യാമറ വെച്ചിരിക്കുന്നത്, നമ്മളെ വാച്ച് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പം നമ്മൾ ദൈവം ഡെഫിനറ്റ്ലി ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ വാച്ച് ചെയ്യുന്നത്, അല്ലേ? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ സാധാരണ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മൾ എന്തുവാ ഇയ്യോബിന്റെ കാര്യം നമ്മൾ കേട്ടുള്ളൂ. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സേറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഹെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ദൈവം അത്രമാത്രം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ കെയർ ചെയ്യുന്ന ദൈവത്തെയാണ് നമ്മൾ. അതുകൊണ്ടാണ് അവിടെ ദാവീദ് അവിടെ പറയുന്നത്, നെക്സ്റ്റ് വേഴ്സിൽ പറയുന്നു, സച്ച് നോളജ് ഈസ് ടു വണ്ടർഫുൾ മീ. അവൻ ഒത്തിരി, ഹി ഈസ് സോ ഹാപ്പി വിത്ത് ദാറ്റ് നോളജ്. ഹി സെയിങ് ദാറ്റ് it's so wonderful to me, it is high, I cannot attend it. He cannot imagine, we cannot imagine how much God is thinking about it. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാൻ വരുന്നത്, ആ ദൈവത്തെയാണ് സ്തുതിക്കാൻ വേണ്ടി നമ്മൾ വരുന്നത്. നമ്മളിപ്പോൾ ആരാധിക്കാൻ പോകുകയാണല്ലോ, ആ ദൈവത്തെയാണ് നമ്മൾ നമുക്ക് മനസ്സിൽ അതുണ്ടാവണം. ദൈവം ഇത്രമാത്രം എനിക്ക് വേണ്ടി കെയർ ചെയ്യുന്നു, ദൈവം ഇത്രമാത്രം എനിക്ക് വേണ്ടി ചിന്തിക്കുന്നു, അല്ലേ? പിന്നെ നമുക്ക് അടുത്ത വാക്യങ്ങളിൽ വായിക്കാം. അവിടെ പറയുന്നു, ഇതൊക്കെ ദാവീദ് ഇതൊരു സോങ് ആയിട്ട് എഴുതിയിരിക്കണേ, അല്ലേ? ഇതൊക്കെ ഒരു സോങ് ആയിട്ട് എഴുതി. ഞാനിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഇത് എങ്ങനെയാണ് ദാവീദ് ഇതൊക്കെ പാടുന്നുണ്ടാവുള്ളൂ, എന്ത് ട്യൂണിലായിരിക്കും ദാവീദ് ഇത് പാടുന്നുണ്ടാവും? മേ ബി ഇൻ ഹീബ്രുവിൽ ഇത് ചിലപ്പോൾ റൈമിംഗ് വേർഡ്സ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ഹീബ്രു ഇതിൽ. പക്ഷെ ദാവീദ് ഇതൊക്കെ പാടുവാണ് ദൈവത്തിനെ കുറിച്ച്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഒരിക്കലും പാട്ട് പാടാറില്ല. പക്ഷേ 7th വേഴ്സ് വായിക്കുന്നു. 7th വേഴ്സ് നമുക്ക് മലയാളത്തിൽ വായിക്കാം. where can I go from your spirit and where can I flee from your presence? നമുക്ക് എവിടെ പോകാൻ പറ്റും? നമ്മുടെ ഓംനി പ്രസൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ വായിച്ചത് എല്ലാം എന്തുവായിരുന്നു? ഓംനി സയൻസ് ആയിരുന്നു. ദൈവത്തിന് എല്ലാം അറിയാം. ഇപ്പൊ നമ്മൾ വായിക്കുന്നത് ഓംനി പ്രസൻസിനെ കുറിച്ചാണ് വായിക്കുന്നത്. ഓക്കെ, സോ ഹി സേസ് വേർ കൻ ഐ ഗോ ഫ്രം യു. ഞാൻ എവിടെ പോകാൻ പറ്റും? അവിടെ താഴെ 8ാമത്തെ വാക്യം പറയുന്നു, ഇഫ് ഐ അസെൻഡ് ഇൻ ടു ഹെവൻ യു ആർ ദേർ, ഇഫ് ഐ മേക്ക് മൈ ബെഡ് ഇൻ ഹെൽ ബിഹോൾഡ് യു ആർ ദേർ. ഇതിന്റെ അർത്ഥം അവൻ ഹെൽ പോകുന്നതല്ല അവൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹെൽ എന്ന വാക്യം ഐ തിങ്ക് ഇൻ ഹിബ്രു ഇറ്റ് ഈസ് ഷിയോൾ. ഷിയോൾ ഈസ് ബേസിക്കലി ഈസ് എ ഗ്രേവ്. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഗ്രേവിലേക്ക് പോകുന്ന ആ കാര്യമാണ് അവൻ അവിടെ ഉദ്ദേശിക്കുന്നത്, ഹെല്ലിൽ പോകാൻ കാര്യമല്ല. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ പോയാലും ദൈവം അവിടെ ഉണ്ട്, ഞാൻ മരിച്ചാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നാണ് അവൻ അവിടെ ദൈവം ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. 9ാമത്തെ വാക്യം, ഇഫ് ഐ ടേക്ക് ദ വിങ്സ് ഓഫ് ദ മോർണിംഗ്. വിങ്സ് ഓഫ് ദ മോർണിംഗ്. മോർണിംഗിന് ഒരു വിങ്സ് ഉണ്ട്. ഈ ലൈറ്റ് വരുന്നത് അതിന് ഒരു വിങ്സ് ഉണ്ട്. എത്ര പെട്ടെന്ന് ലൈറ്റ് വരണല്ല, സൺ റൈസ് ആവുമ്പോൾ എന്താവുന്നു, അത്ര പെട്ടെന്ന് ലൈറ്റ് വന്നു. ഇഫ് ഐ ടേക്ക് ദ വിങ്സ് ഔട്ട് ഓഫ് ദ മോർണിംഗ് സ്റ്റിൽ ഗോഡ് ഈസ് ദർ. അത്രയും സ്പീഡാണ് ദൈവം. അതാണ് അവൻ പറഞ്ഞത്, ഇഫ് ഐ ടേക്ക് ദ വിങ്സ് ഓഫ് ദ മോർണിംഗ്. അത്രമാത്രം സ്പീഡായിട്ട് ദൈവം നമ്മുടെ അടുത്ത്. അപ്പോൾ ലൈറ്റിന്റെ സ്പീഡിനെക്കാളും ആർക്കാ സ്പീഡ് കൂടുതൽ? ദൈവത്തിനെയാണ് സ്പീഡ്. ഹി വിൽ ബി ദേർ ഈവൻ ഇഫ് there is no light and dwell in the uttermost parts of the sea. എത്ര നമ്മൾ സീയുടെ അടിയിൽ പോയാലും അവിടെയും ദൈവമുണ്ട്. പക്ഷേ അതിനേക്കാളും ഈ ദൈവമെല്ലാം ഉണ്ട്. 10ാമത്തെ വാക്യമാണ് നമുക്ക് എൻകറേജ് ചെയ്യുന്നത്. ഈവൻ there your hand shall lead me and your right hand shall hold me.
ഇവിടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മളെ വാച്ച് ചെയ്യാൻ വേണ്ടിയോ നമ്മളെ അടി തരാൻ വേണ്ടിയോ അല്ല ദൈവം നമ്മുടെ ദൈവം അതിന് ചെയ്യും. പക്ഷേ ദാവീദ് അതല്ല ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ദാവീദ് പറയുന്നത് ഈവൻ ദെയർ യുവർ ഹാൻഡ് ഷാൽ ബി. എത്ര പേർക്ക് ആ ഒരു അനുഭവം ഉണ്ട്? ഞാൻ എവിടെ പോയാലും ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അല്ലേ? നമുക്ക് എത്രമാത്രം ടെസ്റ്റിമണി നമുക്ക് പറയാൻ പറ്റും. നമ്മൾ വണ്ടി ഓടിക്കുന്നു, നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ രോഗികളെ ടച്ച് ചെയ്യുന്നു, അല്ലേ? പക്ഷേ എല്ലാം ആരാ നമ്മുടെ കൂടെ? His hand shall lead me, your right hand shall hold me. ആ ദൈവത്തിന്റെ കരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. We should be always feel secure that God is with me. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കൊരു ധൈര്യം നമുക്ക് ഓൾവേസ് ഉണ്ടാവണം. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ഓംനി പ്രസൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഓംനി പൊട്ടനെ കുറിച്ച് നമ്മൾ എല്ലാ വാക്യം നമുക്ക് പറയാൻ സമയമില്ല. വി ആർ ഓൾറെഡി ലേറ്റ്. 13-ാമത്തെ വാക്യം വായിച്ചേ. You formed me in the inward parts. ദൈവം നമ്മൾ ജനിക്കുന്ന മുമ്പേ നമ്മുടെ ഉള്ളില് അമ്മയുടെ എന്തോ പറയുക വൂമ്പിന്റെ അകത്ത് തന്നെ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവം നമ്മളെ പാർട്സ് ഫോം ചെയ്തു. ഞാൻ ഇന്നലെ ചിന്തിക്കുകയായിരുന്നു, ദാവീദിന് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് അൾട്രാസോണിക് എക്സ്റേ എല്ലാം ഉണ്ട്. വി നോ വാട്ട് ഈസ് ഇൻസൈഡ്. ദാവീദിന്റെ കാലത്ത് ഇതൊന്നും അറിയത്തില്ലല്ലോ, ദാവീദിനൊന്നും അറിയത്തില്ലല്ലോ. മേ ബി ദാവീദിനെ അറിയാം ഇവിടെ എന്തോ ഉണ്ട്, ബിക്കോസ് ഇവിടെ എന്തോ ശബ്ദം വരുന്നുണ്ട്, അതുകൊണ്ട് ദാവീദിനെ അതറിയാം. പക്ഷേ ബാക്കിയുള്ള പാർട്സ് ദാവീദിനൊന്നും അറിയത്തില്ല, അല്ലേ? സ്റ്റൊമക്ക് ഉണ്ടോ, ലിവർ ഉണ്ടോ, ഇൻറ്റസ്റ്റൈൻ ഉണ്ടോ, അതൊന്നും ദാവീദിനെ അറിയായിരുന്നില്ല. പക്ഷേ എന്നാലും ദാവീദ് അത്രമാത്രം ദൈവത്തെ സ്തുതിച്ചു. പക്ഷെ നമുക്ക് ഇപ്പോൾ എല്ലാം അറിയാം, അല്ലേ? നമുക്ക് ഓരോ പാർട്സ് നമുക്ക് എന്തൊക്കെയുണ്ട്, എത്ര എല്ലുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് അത്ര സ്തുതിക്കാൻ പറ്റുന്നില്ല, അല്ലേ? ഞാൻ വിചാരിക്കുന്നത് ദാവീദ് ഇപ്പോഴത്തെ സെഞ്ചുറിയിലായിരുന്നെങ്കിൽ ദാവീദ് എന്തുമാത്രം സങ്കീർത്തനങ്ങൾ എഴുതിയായിരുന്നു, അല്ലേ? എന്തുമാത്രം കാര്യങ്ങൾ എഴുതിയിരുന്നു, അല്ലേ? പക്ഷെ അപ്പോൾ ദാവീദ് അവിടെ പറയുന്നത് യു ഫോംഡ് മീ. ദൈവം നമ്മളെ അത്രയും നന്നായിട്ട് ദൈവം സൃഷ്ടിച്ചു. ഇഫ് ദർ ഈസ് എനി വീക്ക്നെസ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, സം പീപ്പിൾ മൈറ്റ് ബി ഹാവിങ് സം വീക്ക്നെസ്സസ്, ബട്ട് വാട്ട് ഈസ് ബിഹൈൻഡ് ദാറ്റ് വീക്ക്നെസ്? ദർ ഈസ് എ പർപ്പസ് ബിഹൈൻഡ് ദാറ്റ് വീക്ക്നെസ് ഓൾസോ, അല്ലേ? ദൈവം നമ്മൾ ചിലപ്പോൾ വീക്ക്നെസ് എന്തെങ്കിലും നമുക്ക് കുറവോ എന്തെങ്കിലും വരുത്തിയാലും അതിന് ബിഹൈൻഡ് ദർ ഈസ് എ പർപ്പസ്. മോശൻ എന്താ ചെയ്തത്? ഹി വാസ് സ്റ്റാമറിങ്, ഹി കനോട്ട് സ്പീക്ക്, ബട്ട് വാട്ട് ഡിഡ് ഗോഡ് ഡു വിത്ത് ഹിം? അവനെ കൊണ്ട് ഈ ഒരു വലിയ ഇസ്രായേലിനെ നയിച്ചു എന്ന് പറയുമ്പോൾ, അല്ലേ? അപ്പൊ ദൈവം എന്ത് നമ്മുടെ ചെയ്താലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കി, ദൈവം നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഓക്കെ ലിജു ഇതൊക്കെ ചെയ്യണം, ഓക്കെ ഇവനെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ റൂബൻ ഞാൻ ഇതൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ള ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് വി നീഡ് ടു ഡു? We need to submit before God. We need to tell them, God, what is your plan? Lead me through your plan. Every day morning നമ്മൾ എണീക്കുമ്പോൾ, ദൈവമേ ഇന്നത്തെ ദിവസം നീ എന്താണ് എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത് പ്രകാരം ഞാൻ ജീവിക്കാൻ എന്നെ സഹായിക്കണം. ആ ഒരു വാക്ക് നമ്മൾ പറയുവാണെങ്കിൽ God will be happy that he wanted to go with my plan. He doesn't want to go with his plan, അല്ലേ? ദൈവത്തിന് ഒരു സന്തോഷം കാണാം. അപ്പൊ എന്ത് ചെയ്യും ദൈവം? അന്നത്തെ ദിവസം ദൈവത്തിന്റെ പ്ലാൻ പോലെ നമ്മൾ നടത്തും, അല്ലേ? ആ ഒരു സമർപ്പണം നമുക്ക് ഓൾവേസ് ഉണ്ടാവണം, അല്ലേ? അവിടെ എഴുതുന്ന മാർവലസ് ആർ യുവർ വർക്ക്സ്. ദൈവം അത്രമാത്രം അത്ഭുതമായ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. പിന്നെ നമുക്ക് താഴെ വായിക്കാം. അവിടെ 15 വാക്യം പറയുന്നു, മൈ ഫ്രെയിം വാസ് നോട്ട് ഹിഡൻ ഫ്രം യു when I was made in secret. ദൈവം നമ്മളെ സീക്രട്ട് ആയിട്ടാണ് ദൈവം നമ്മളെ നടത്തിയത്. നമുക്ക് 17-ാമത്തെ വാക്യം വായിക്കാം. 18-ാമത്തെ വാക്യം. മണലിനേക്കാളും അധികം നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ദൈവമാണ്, അല്ലേ? ഇഫ് ഐ ഷുഡ് കൗണ്ട് ദം ദേ വുഡ് ബി മോർ ദാൻ നമ്പേഴ്സ് ദാൻ ദ സാൻഡ്. നമ്മുടെ എത്ര മണൽ നമുക്ക് എണ്ണാൻ പറ്റുമോ? നമ്മൾ ബീച്ചിൽ പോയാൽ നമുക്ക് മണൽ എണ്ണാൻ പറ്റുമോ? ഇല്ല. അത്രമാത്രം ഹീ തിങ്സ് അബൌട്ട് ഇറ്റ്. അത്രമാത്രം തോട്ട്സ് ലിജുവിന് വേണ്ടി ദൈവം വച്ചിരിക്കുകയാണ്. അത്രമാത്രം തോട്ട്സ് വച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നു. ഇങ്ങനെ സ്പർജൻ ഈ വാക്യത്തിൽ ഒരു ചെറിയൊരു ഇത് പറഞ്ഞായിരുന്നു, ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ രാജാവ്, ഐ തിങ്ക് ജോർജ് 4 ആണോ 5 ആണോ അറിയില്ല, ഹി സ്പോക്ക് ടു ഒരാളോട് സംസാരിച്ചു. എൻ്റെ കിങ് എന്നോട് സംസാരിച്ചു എന്ന് അവൻ പറയായിരുന്നു. ഹി വാസ് സോ ഹാപ്പി ദാറ്റ് കിങ് അവനോട് സംസാരിച്ചു. അവൻ വന്നിട്ട് പറയാ, ജനങ്ങളോട് പറയാ, കിങ് എന്നോട് എന്തോ സംസാരിച്ചേ, എടാ നീ വൈന്ന് മാറി നിൽക്കടാന്ന് അവനോട് പറഞ്ഞത്. യു ഗെറ്റ് അവേ ഫ്രം ദ റോഡ്, അതാണ് അവനോട് സംസാരിച്ചത്. ബട്ട് ഹി വാസ് സോ ഹാപ്പി ദാറ്റ് കിങ് സ്പോക്ക് ടു മീ, അല്ലേ?
ദൈവം അല്ല, രാജാവ് എന്നോട് സംസാരിച്ചതാണ് അവനെ വിഷയം. എന്താ സംസാരിച്ചത് അവനെ വിഷയമല്ല അല്ലേ? പക്ഷേ അതുപോലെ തന്നെ ദൈവം നമ്മൾക്ക് വേണ്ടി എന്തോ ചെയ്യണേ? ഹീ തിങ്സ് അബൌട്ട് മീ, ഹീ ഹാസ് തോട്ട്സ് അബൌട്ട് മീ അല്ലേ? ഗ്രേറ്റ് ഈസ് ദ സം ഓഫ് ദം, വെൻ ഐ അവേക്ക് ഐ എം സ്റ്റിൽ വിത്ത് യു അല്ലേ? അത്രമാത്രം ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കും. ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ കരുതുന്നു, ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നു, ദൈവം നമ്മളെ ഹി ഹാസ് സം പ്ലാൻ ബിഫോർ മീ. എന്തോ ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശമുണ്ട്. സോ ലെറ്റസ് ഹാവ് ദാറ്റ്. നമ്മളിങ്ങനെ വന്ന് ജസ്റ്റ് റുട്ടീനായിട്ട് ഇവിടെ വന്നിട്ട് പോയോ അങ്ങനെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെ? ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ലെറ്റസ് കം ബിഫോർ ഗോഡ്. ദൈവത്തിനോട് നമ്മൾ പറയാ, ദൈവമേ നിന്റെ വഴികളെ എന്നെ നടത്തണമേ. നീ എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് നീ എന്തുവാ ചിന്തിച്ചേ? ദൈവമേ എന്നെ അതിലേക്ക് നയിക്കണമേ. ആ ഒരു സമർപ്പണം നമുക്ക് എപ്പോഴും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് അതിനു വേണ്ടി സമർപ്പിക്കാം. 19ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 19ാമത്തെ വാക്യം 19 to 22 ടോട്ടലി ഡിഫറെൻറ്റ് കാര്യമാണ് ദാവീദ് അവിടെ പറയുന്നത്. പക്ഷെ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അവിടെ. നമുക്ക് വായിക്കാം. അപ്പൊ അവിടെ ദാവീദ് പറയുവാണ് ദൈവമേ ഒത്തിരി ആൾക്കാരെ നിന്നെ ഇത് ചെയ്യുന്നു, നിന്നെ ഹെയ്റ്റ് ചെയ്യുന്നു. അപ്പം നിന്നെ കുറിച്ച് ഒത്തിരി വിക്കറ്റ് കാര്യങ്ങൾ പറയുന്നു അല്ലെ? നിനക്ക് എനിമീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുവാണ്. അപ്പൊ അവിടെ പറയുന്നത് ഐ ഹേറ്റ് ദം വിത്ത് പെർഫെക്റ്റ് ഹേറ്റഡ്, ഐ കൗണ്ട് ദം. ദാവീദ് പറയാൻ ഞാൻ ഹേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ദൈവം ഒരിക്കലും യേശു അത് അങ്ങനെയല്ലോ നമ്മളെ പഠിപ്പിച്ചത്. യേശു എന്താ പഠിപ്പിച്ചത്? വി ഷുഡ് ലവ് അവർ എനിമീസ് എന്നാണ് അവിടെ പഠിപ്പിച്ചത് അല്ലേ? അപ്പോൾ ഞാൻ ദൈവം അത് എന്തോ അങ്ങനെ പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു വാക്യം സ്ട്രൈക്കായി. അവിടെ പറയുന്നത് ലവ് ഗോഡ് ഈസ് ടു ഹേറ്റ് ഈവിൽ. ഇഫ് യു വാണ്ട് ടു ഹേറ്റ് ഈവിൽ, വാട്ട് യു നീഡ് ടു ഡു? യു നീഡ് ടു ലവ് ഗോഡ്. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ആർ ഹേറ്റിംഗ് ഈവിൽ. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അവിടെ ദാവീദ് പറയുന്നത്. ഈ സങ്കീർത്തനം ഒത്തിരി ബ്യൂട്ടിഫുൾ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന 2 വാക്യമാണ് ദാവീദ് കൺക്ലൂഡ് ചെയ്യുന്നത് അല്ലെ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനത്തെ 2 വാക്യത്തിൽ എന്താ പറയണേ? സെർച്ച് മീ ഓ ഗോഡ്. ഇതൊക്കെ അവനെ അറിയാം, ദൈവത്തിനെ എല്ലാം അറിയാം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഉണ്ട്. ദൈവം പവർഫുൾ ഗോഡാണ്. അവസാനം ദാവീദ് എന്താ പറയണേ? സെർച്ച് മീ ഓ ഗോഡ് ആൻഡ് നോ മൈ ഹാർട്ട്, ട്രൈ മീ, നോ മൈ ആങ്ഷൈറ്റീസ് ആൻഡ് സീ ഇഫ് ദർ ഈസ് എനി വിക്കറ്റ് വേ ഇൻ മീ. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ദൈവമേ എന്നെ ഒന്ന് ശോധന ചെയ്യണേ അല്ലെ? എന്നെ ഒന്ന് സെർച്ച് ചെയ്യണേ, എന്നെ ഒന്ന് സെർച്ച്. നീ എല്ലാം അറിയണല്ലോ, നീ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, നീ സർവ്വശക്തിമായ ദൈവമാണ്. നീ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, എന്നെ ഒന്ന് സെർച്ച് ചെയ്യണമേ. നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഈ കൺക്ലൂഷൻ ഓൾവേസ് ഉണ്ടാവണം. ദൈവമേ എന്നെ ഒന്ന് സെർച്ച് ചെയ്യണേ, എൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ അല്ലേ? സീ ഇഫ് ദർ ഈസ് എനി വിക്കറ്റ് വേ ഇൻ മീ അല്ലേ? ദാവീദിനെ അറിയാം, യു കനോട്ട് എസ്കേപ്പ് ഫ്രം ഗോഡ്. നമുക്ക് ദാവീദിൻ്റെ അവസ്ഥകൾ അറിയാം. ഒത്തിരി ബത്ശബയുടെ അവിടെ എന്തോ വലിയ പാപം ദാവീദ് ചെയ്തു. പക്ഷെ ദാവീദിന് പാപം ചെയ്തതിനേക്കാളും ഏറ്റവും വലിയ കാര്യമാണ് ദാവീദിൻ്റെ മാനസാന്തരം അല്ലേ? അവന് ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്തു എന്നാണ് അവൻ പറഞ്ഞത്. I did sin. He accepted it. He committed it. അവൻ ഫാസ്റ്റ് ചെയ്തു. Maybe his son died, but then അവൻ റിപ്പൻഡൻസ് ചെയ്തു. അവനെ പാപത്തിന് ഇത് കിട്ടി, ക്ഷമ കിട്ടി. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കതിനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം, ദൈവത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിനെ എല്ലാം അറിയണല്ലോ, നമ്മുടെ ജീവിതം എങ്ങനെയാണ് ദൈവത്തിനെ എല്ലാം അറിയാം. ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ എന്നെ ശോധന ചെയ്യണേ. ദാവീദ് പ്രാർത്ഥിച്ച പോലെ ദൈവമേ എന്നെ ശോധന ചെയ്യണേ, എൻ്റെ കുറവുകളെ എല്ലാം ക്ഷമിക്കണമേ. അവസാനത്തെ ലൈൻ പറയുന്നു, ലീഡ് മീ ഇൻ ദ വേ ഓഫ് എവർലാസ്റ്റിംഗ്. എന്നെ നിത്യമായ വഴിയിൽ എന്നെ നടത്തണമേ എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ദൈവത്തിന് മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ സങ്കീർത്തനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത് പറയുവാൻ കർത്താവേ നീ എന്നെ ബലപ്പെടുത്തനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ വചനങ്ങൾ കർത്താവേ നീ നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ അറിയല്ലോ കർത്താവേ. ഞങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളെ കരുതാൻ വേണ്ടി, ഞങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ അറിയുന്നത് നമുക്കറിയാം ദൈവമേ. അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം ദൈവമേ. സ്തോത്രം. ഞങ്ങൾ എവിടെ പോയാലും നീ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താലും നീ നമ്മുടെ കൂടെ ഉണ്ടല്ലോ കർത്താവേ ദൈവമേ. അതിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ദൈവമേ. കർത്താവ് നീ ഞങ്ങൾക്ക് കർത്താവ് നീ നിന്റെ ഉദ്ദേശത്തെ പോലെ ഞങ്ങളെ നടത്തണമേ കർത്താവ്. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ കർത്താവ് ദൈവമേ. ഞങ്ങളുടെ ഹിതമോ ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും അല്ല കർത്താവ്, നിന്റെ ഹിതം പോലെ ഞങ്ങളെ നടത്തണമേ കർത്താവ് ദൈവം. സ്തോത്രം ചെയ്യുന്നു കർത്താവ്. തന്നെ താൻ സമർപ്പിക്കുന്നു പ്രാർത്ഥന ചെയ്യാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ.
Praise the Lord. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എണീറ്റ് നിൽക്കാം. നമുക്ക് ആരാധനയ്ക്കായിട്ടുള്ള സമയമാണ്. നമ്മുടെ കർത്താവിനെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരം നമ്മളത് വളരെ ശ്രേഷ്ഠതയോടെ ഏറ്റെടുത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. നമ്മൾ കേട്ട സങ്കീർത്തനം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കർത്താവ് നമുക്ക് ഇന്ന് ദാനമായി നൽകി. അതിനകത്ത് 14-ാം വാക്യം പറയുകയാണ്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ചത് ആരാണെന്നും നമ്മുടെ ആ സൃഷ്ടിയുടെ ആ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലാകാതെ അനേകര് അവരവരുടെ ജീവിതത്തെ സ്വയമായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ അല്ല ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് പ്രത്യാശയുള്ള ദൈവമക്കളായിട്ടാണ്. സ്തോത്രം. പിന്നെ വായിച്ച വാക്യം പറയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും നമ്മുടെ എവിടെ ആയിരിക്കുന്നു, ഏതവസ്ഥയിലായിരിക്കുന്നു, ഇതെല്ലാം നമ്മുടെ കർത്താവിനറിയാം. നമ്മൾ മുമ്പേ കേട്ടതുപോലെ ക്യാമറയുടെ വിഷയം നമ്മൾ കേട്ടു. സ്തോത്രം. 30 മൈൽ സ്പീഡ് വെച്ചിരിക്കുന്നത് അതിന് മേളിലോട്ട് പോകുമ്പോഴാണ് സ്തോത്രം ക്യാമറ അടിക്കുന്നത്. 50 മൈൽ സ്പീഡ് വെച്ചിരിക്കുന്നത് അതിന് മേളിൽ പോകുമ്പോഴാണ് ക്യാമറ അടിക്കുന്നത്. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു നിയമം വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആ നിയമത്തെ വിട്ടിട്ട് നിയമത്തിനപ്പുറത്തോട്ട് ഓടുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തെ സ്തോത്രം ഭയങ്കരവും അതിശയകരവുമായി നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ സ്തോത്രം ഹല്ലേലൂയ എത്ര വർഷങ്ങൾ കൊണ്ട് സ്തോത്രം ഓടുകയാണ് നമ്മുടെ അവയവങ്ങൾ. ഒരു വാഹനം എടുത്താൽ ഒരു 4 വർഷം കഴിയുമ്പോൾ മുതൽ സ്തോത്രം അതിന് ചില വിഷയങ്ങൾ ഉണ്ടായി സ്തോത്രം പാർട്സുകൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മുടെ സ്തോത്രം ഓരോ അവയവങ്ങളും നോക്കിയാൽ സ്തോത്രം എത്ര അതിശയകരമായിട്ട്, എത്ര സ്തോത്രം ഹല്ലേലൂയ ഭയങ്കരമായിട്ടാണ് നമ്മളെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഈ കർത്താവിനെ സ്തോത്രം ആത്മാർത്ഥമായി ഒന്ന് സ്തുതിപ്പാൻ നാം തയ്യാറാകണം. ആത്മാർത്ഥമായി ഹല്ലേലൂയ നമ്മുടെ അവസ്ഥ ആയിരുന്ന ഇടത്ത് നിന്ന് സ്തോത്രം നമ്മളെ ശ്രേഷ്ഠതയോടെ കരം പിടിച്ചു കൊണ്ടുവന്ന ദൈവം. മുമ്പേ കേട്ടതുപോലെ അയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ആ വേലി പൊളിപ്പിക്കാനായിട്ട് സ്തോത്രം, അതിനെ മാറ്റാനായിട്ട് സ്തോത്രം നമ്മുടെ ചുറ്റും പിശാച് കറങ്ങി നടക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാ ഹല്ലേലൂയ നമ്മളെ തകർത്ത് കളയുവാൻ വാദിക്കുന്ന പിശാചിന്റെ മുമ്പിൽ ഒരിക്കലും നാം അടിയറ വയ്ക്കുവാൻ അനുവദിക്കരുത്. നമ്മളെ സൃഷ്ടിച്ച ഭയങ്കരവും അതിശയവുമായി നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് മുട്ടുമടക്കാം. നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. You are my first love.
set free. Take all I have, it's all yours anyway. I know it's not much, but God is my everything. I pour my oil on you. I pour my oil on you. First love, you are my first love. I don't care who's in this room, 'cause my eyes are fixed on you. Take all I have, it's all yours anyway. I know it's not much, but God is my everything. I pour my oil on you. Pour my oil on you. Doesn't matter the cost. Jesus, you're worthy of every last drop. Here is my offering. I pour my oil on you. I pour my oil on you. I don't care who's in this room. I don't care who's in this room. Oh, and I don't care who's in this room. So my surface on you, Jesus. And I don't care who's in this room. My eyes are fixed on you. And I don't care who's in this room. My eyes are fixed on you. And I don't care who's in this room. My eyes are fixed on you. Take all I have, it's all yours anyway. I know it's not much, but God is my everything. I pour my oil on you. Pour my oil on you. Doesn't matter the cost. Jesus, you're worthy of every last drop. Here is my offering. I pour my oil on you. I pour my oil on you. Every last drop, every last drop, every last drop at the feet of Jesus. Every last drop, every last drop, every last drop at the feet of Jesus. Every last drop, every last drop, every last drop at the feet of Jesus. Every last drop, every last drop, every last drop at the feet of Jesus. Take all I have, it's all yours anyway. I know it's not much. God is my everything. I pour my oil on you. Pour my oil on you. Doesn't matter the cost. Jesus, you're worthy of every last drop. Here is my offering. I pour my oil on you. Pour my oil on you. Take all I have, it's all yours anyway. I know it's not much, but God is my everything. I pour my oil on you. Pour my oil on you. Doesn't matter the cost. Jesus, you're worthy
നമ്മൾ എവിടെ ആയിരുന്നാലും സ്തോത്രം, ഹല്ലേലൂയ, ആരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളതല്ല സ്തോത്രം, നമ്മൾ ദൈവത്തെ വിളിക്കാൻ തയ്യാറാണോ? സ്തോത്രം, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടില് സ്തോത്രം യേശു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ വെങ്കൽ ഭരണി നിറച്ച് എണ്ണയുമായിട്ട് വന്നിട്ട് യേശുവിൻ്റെ തലമേൽ ഒഴിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അപ്പൊ അവിടെ നിന്ന ചിലർ പറഞ്ഞു, തൈലത്തിന്റെ ഈ വെറും ചെലവ് എന്തിനാ? സ്തോത്രം, 300-ലധികം വെള്ളിക്കാശിന് വിറ്റിട്ട് സ്തോത്രം ഇത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മുമ്പിൽ പലരും നോക്കി പലപ്പോഴും പറയാം, സ്തോത്രം, ഈ വെറുതെയുള്ള സ്തോത്രം ഇതൊക്കെ എന്തിനാ? സ്തോത്രം, ഹല്ലേലൂയ. ആ സമയം കൊണ്ട് സ്തോത്രം നിനക്ക് നിന്റെ കുടുംബത്തോടൊപ്പം നിനക്ക് ഇരുന്നുകൂടെ? ഹല്ലേലൂയ. എന്നാലും സ്തോത്രം ഇതൊക്കെയും സ്തോത്രം നിന്റെ ആവശ്യത്തിനൊക്കെ ഒന്ന് ഉപകരിച്ചുകൂടെ എന്ന് സ്തോത്രം പലപ്പോഴും പലരും പറയാം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ സ്തോത്രം നീ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓടി നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം പലപ്പോഴും. സ്തോത്രം, ഹല്ലേലൂയ. ഈ വെറും ചെലവ് എന്തിനാണെന്ന് പലപ്പോഴും സ്തോത്രം നമ്മുടെ മുമ്പിൽ പലരും ചോദിക്കാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മളിൽ നിന്ന് നല്ലത് പുറത്തു വരുവാൻ. സ്തോത്രം, നമ്മളിൽ നിന്ന് സ്തോത്രം നല്ലത് കാണുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കർത്താവ് ഭയങ്കരവും അതിശയകരവുമായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരും സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല നാം നോക്കേണ്ടത്. സ്തോത്രം, നമ്മുടെ കൂടെ ആരൊക്കെ ആരാധിക്കാനുണ്ടെന്നുള്ളതല്ല, കാണുവാനല്ല നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. സ്തോത്രം, നമുക്കതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു വിഷയമല്ല. നമ്മുടെ സ്തോത്രം, ഹല്ലേലൂയ, ഒന്നുമില്ലായ്മ ഇതിന് മുമ്പിൽ ഒരു വിഷയമല്ല. ഹല്ലേലൂയ. നാം തയ്യാറാണോ? കർത്താവിനെ ആരാധിപ്പാൻ തയ്യാറാണോ? കർത്താവിനെ സ്തുതിപ്പാൻ തയ്യാറാണോ? നമുക്കുള്ളത് സ്തോത്രം ദൈവത്തിൽ കൊടുപ്പാൻ തയ്യാറാണോ? അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്തോത്രം നമ്മളെ ഉയർത്തി. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ ഒരിക്കലും സ്തോത്രം നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. സ്തോത്രം, ദൈവത്തിന് നമ്മുടെ കയ്യിലുള്ള പണമോ ഹല്ലേലൂയ നമ്മുടെ ഒന്നും വേണ്ട. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം, അതാണ് വചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും നമുക്ക് പണം കൊണ്ട് ആരെയും തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമില്ല. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് തന്നിരിക്കുന്ന നാവ് കൊണ്ട് ഹല്ലേലൂയ ഉയരത്തിലിരിക്കുന്ന ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കരമുയർത്തി അതേ 2 ഹല്ലേലൂയ പറയാൻ നീ തയ്യാറാണോ? ഓ ജീസസ്. ഹോറബ ശാന്തല രഗലഗടഗ ശാന്തല രഗലഗടഗസിയാന ചുടമനമനമ ശഗലഗടഗസിയാന ശാന്തല റിഗലഗടഗസി. ഹല്ലേലൂയ. സ്തോത്രം, നമ്മളെ സ്തോത്രം പറയണ അല്ലെങ്കിൽ സ്തോത്രം പറ നീ എന്ന് പറയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വരരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ ഉയർത്തി ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും എന്റെ ജീവിതത്തിലുണ്ട്. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന അനേകം വിധങ്ങൾ ഓർത്താൽ സ്തോത്രം ഒരുപാട് നന്ദി പറയാനുണ്ട്. സ്തോത്രം, അനേകം ഹല്ലേലൂയ സ്തോത്രം ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറ്റി ഉയർത്തിയ അനേകം ഓർമ്മകൾ എൻ്റെ മുമ്പിലുണ്ട്. സ്തോത്രം, ഇതൊക്കെ ഓർക്കുമ്പോൾ അതുപോലെ എന്നെ പോലെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ കർത്താവ് കരം പിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന ഹല്ലേലൂയ വിധങ്ങൾ ഓർത്താൽ നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമുക്ക് വീണ്ടും നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ്റെ ഗൃഹം എന്തുള്ളൂ. സ്തോത്രം, നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്നേഹം ഓർക്കുമ്പോൾ
ശ്വാസമായി നീ ഭാരത്തിൻ നാളത്തിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവാൻ വീക്ഷിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവാൻ വീക്ഷിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നമ്മളെ സ്നേഹിപ്പാൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒന്നുമല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം. അതെ ഹല്ലേലൂയ സ്നേഹിപ്പാൻ തക്കവണ്ണം
സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാഞ്ഞിട്ടും സ്തോത്രം, ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലരും സ്തോത്രം നമ്മളെ സ്നേഹിക്കുന്നത് അതെ നമ്മളിൽ ഉള്ളത് കണ്ടിട്ടാ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് നിന്റെ ഇല്ലായ്മയിൽ ഹല്ലേലൂയ നിന്നെ ഉള്ളതുപോലെ കാണുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ സ്തോത്രം, ഹല്ലേലൂയ കരം പിടിച്ചുയർത്തി വചനത്തിൽ പറയുന്നുണ്ട് സ്തോത്രം, നിന്റെ കാലിന് മുടന്ത് വന്നു കഴിഞ്ഞാൽ സ്തോത്രം നിന്നെ കരത്തിലെടുത്തുകൊണ്ട് നടക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് തളർച്ച വന്നാൽ സ്തോത്രം, ഹല്ലേലൂയ നിന്നെ താങ്ങുന്നവനായ എൻ്റെ ദൈവം. ഹല്ലേലൂയ. അല്ലാതെ തളർച്ച കണ്ടിട്ട് സ്തോത്രം, കണ്ടിട്ടും കാണാത്തവരെ പോലെ ഓടുന്നവനല്ല നമ്മുടെ ദൈവം. സ്തോത്രം, കണ്ടിട്ട് നിന്റെ ആവശ്യം എന്താണോ അതറിഞ്ഞ് നിന്നെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ നടുവിലുള്ളത്. ഹല്ലേലൂയ. ആ ദൈവം സ്തോത്രം ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം, വിശ്വസിപ്പാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ആ യേശുവിനെ സ്നേഹിപ്പാൻ തയ്യാറായാൽ, നമ്മൾ കഴിഞ്ഞ പാട്ടുകളൊക്കെ പാടിയതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ തയ്യാറായാൽ സ്തോത്രം, ഹല്ലേലൂയ എല്ലാം വിട്ടിട്ട് സ്തോത്രം, നമ്മുടെ മുമ്പിലുള്ളതൊന്നും ഹല്ലേലൂയ നമുക്കൊരു വിഷയമല്ല, ഹല്ലേലൂയ യേശുവാണ് എൻ്റെ എല്ലാം എന്ന് വിശ്വസിപ്പാൻ തയ്യാറായാൽ, അത് ഏറ്റെടുപ്പാൻ തയ്യാറായാൽ നമ്മളെ നടത്തുവാൻ കർത്താവ് തയ്യാറാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ട്. നമ്മൾ അടുത്ത പാട്ട് പാടാൻ പോകുന്ന ഇതാണ്, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ഒരിക്കൽ പത്രോസും യോഹന്നാനും സ്തോത്രം ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ജനിച്ചപ്പോഴേ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് സ്തോത്രം യാചിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പത്രോസും യോഹന്നാനും ഇങ്ങനെ പോയപ്പോൾ സ്തോത്രം അവരെയും നോക്കി പതിവുപോലെ ഈ മനുഷ്യൻ യാചന തുടങ്ങി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ പത്രോസും യോഹന്നാനും അവിടെ നിന്നിട്ട് സ്തോത്രം ആ മനുഷ്യനെ നോക്കി അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പക്ഷേ ഞങ്ങളിലുള്ള ചിലതുണ്ട് സ്തോത്രം, അത് ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഞാൻ നിന്റെ മേൽ തരുകയാ. എന്നിട്ട് കരം നീട്ടിയിട്ട് സ്തോത്രം ഹല്ലേലൂയ കരം അങ്ങോട്ട് കൊടുത്തു. സ്തോത്രം, കരം കൊടുത്തപ്പോൾ ആ മുടന്തനായ മനുഷ്യൻ ആ കരത്തെ പിടിക്കാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം യേശു നിന്റെ മുമ്പിൽ കരം നീട്ടുമ്പോൾ ഹല്ലേലൂയ ആ കരത്തിൽ ഒന്ന് കയറി പിടിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ യേശുവിലുള്ള ചിലത് നമ്മുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സങ്കീർത്തനത്തിൽ കേട്ടു, ഭയങ്കരവും അതിശയകരവുമായിട്ട് നമ്മളെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ അതിശയവും ഭയങ്കരവും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ മക്കളായ നമ്മളിലും ചില അതിശയ പ്രവർത്തികൾ, ചില അത്ഭുതങ്ങൾ നടക്കും. നാം എന്തിനു തയ്യാറാണ്? യേശുവിന്റെ കരത്തിൽ പിടിക്കാൻ തയ്യാറാകണം. യേശുവിന്റെ കരത്തെ പിടിച്ചാണ് നടക്കുന്നതെങ്കിൽ യേശു നമ്മളെ നടത്തും. ഹല്ലേലൂയ. യേശു നടക്കുമ്പോൾ യേശുവിന്റെ കൂടെ നമ്മളങ്ങ് നടന്നാൽ മതി. സ്തോത്രം. ഇന്ന് പകലിൽ നമുക്ക് സ്തോത്രം സമയം മുമ്പോട്ട് പോയി നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ഹല്ലേലൂയ. സന്തോഷം ധാരമായി നാഥൻ നൽകിയിടും. വേഗം വേഗി ആത്മാവിൽ സമാധാന സന്തോഷം ധാരമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. ഓ പ്രാപിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാപിക്കാം ആത്മാവിൽ ആരാധിക്കാം
കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു ഒരിക്കും സൗഖ്യമായി. ആമേൻ. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു ഒരിക്കും സൗഖ്യമായി. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകൾ ഉയർത്തിന നോക്കും എൻ കർത്താവേ നിന്റെയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തിന നോക്കും എൻ കർത്താവേ നിന്റെയ്ക്കായി. ഓ എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കാൽകൾ വഴുതാതരിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതരിശം എന്നെ കാത്തിടുന്നവൻ നീയേ. ഓ കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. 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 എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ.
Hallelujah, 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 hallelujah. Praise the Lord, Jesus, Jesus, Jesus. Glory, 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 glory. Praise the Lord. യേശുവേ, നന്ദി, നന്ദി യേശുവേ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. യേശുവിന്റെ രക്തദാനം. Praise the Lord. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. അനുബ്രദർ ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. യേശുവാ, ഹല്ലേലൂയ, ജീസസ്. അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വന്ന സമയം മുതൽ ഈ സമയം വരെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നല്ല പാട്ടുകളെ അവിടുന്ന് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നല്ല സങ്കീർത്തനത്തെ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതിൽ നിന്ന് സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. രോഗത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ വന്നവർക്ക് കർത്താവേ, ഇന്നത്തെ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ കർത്താവേ, പരിപൂർണ്ണ വിടുതലോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ കടന്നു പോകാൻ സ്വർഗ്ഗത്തിലെ പിതാവ് അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തുടർന്ന് നടക്കുന്ന കർത്താവേ, വചന ശുശ്രൂഷ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേൾക്കുന്നതായ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഒരനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ പിതാവ് അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ മേലെല്ലാം അങ്ങയുടെ കൃപാ സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനകൾ കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദാസൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് അവർക്കും സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. നമുക്ക് എല്ലാവർക്കും വരാൻ സാധിച്ചിട്ടില്ല. ഒത്തിരി പേർക്കും ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നവരെ പലരെയും കാണുന്നില്ല. ഹല്ലേലൂയ. ഈ ഇവിടുത്തെ ആ മാരത്തോൺ കൊണ്ടൊക്കെ ആയിരിക്കാം പലർക്കും എത്തിപ്പെടാൻ സാധിക്കാഞ്ഞത് എന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടങ്ങിയത് തന്നെ അല്പം ലേറ്റായിട്ടാണ് തുടങ്ങാനും സാധിച്ചത്. ഞാൻ വിചാരിക്കുന്നത് അടുത്ത വർഷം നമുക്കൊരു കമ്പൈൻഡ് സർവീസായിട്ട് വേണമെങ്കിൽ ആ സമയത്ത് ബാസിലറിന് തന്നെ കൂടുവോ എന്തെങ്കിലും ചെയ്യണം. അതായിരിക്കും കുറേ കൂടെ നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ക്രമീകരണം നമുക്ക് ചെയ്യാം. പ്രൈസ് ലോർഡ്. ഈ എന്താ ഈ ടൈമിനകത്തിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ദൗത്യമാണ്. പ്രൈസ് ലോർഡ്. ഞാൻ 12 മണിക്ക് തന്നെ നിർത്താൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ലോർഡ്. കർത്താവ് അതിനുവേണ്ടി നമ്മളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പുതിയ നിയമസഭ, ആ സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഗേറ്റ്സ് ഓഫ് ഹെൽ ഷാൽ നോട്ട് പ്രിവൈൽ. അല്ലേ? സകല പാതാളങ്ങൾ ശ്രമിച്ചാലും, പാതാള ശക്തികൾ ശ്രമിച്ചാലും, പാതാളത്തിൻ്റെ ഗോപുരങ്ങൾ ശ്രമിച്ചാലും അതിനെ പിടിച്ചടക്കത്തില്ല, അതിനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ സഭയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആമേൻ, ഈ സഭ യുഗങ്ങളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എഫേഷ്യൻസ് ചാപ്റ്റർ 3:21 പറയുന്നു, സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം സഭ എന്ന് പറഞ്ഞാൽ ഏജസിലൂടെ കടന്നു പോകും. പല പല നൂറ്റാണ്ടുകളിലൂടെ, തലമുറകളിലൂടെ അത് കടക്കും. അതിനെ ജനോസൈഡ് ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആരുടെ മുമ്പിലും വേണമെങ്കിൽ വന്ന് നിൽക്കാം. അതിനെയും തീവ്രവാദിയുടെ മുമ്പിലും കർത്താവിന് പ്രത്യക്ഷപ്പെടുന്നതിന് വല്ല തടസ്സമുണ്ടോ? നെബൂഖദ്നേസറിന്റെ മുമ്പിലും പ്രത്യക്ഷപ്പെടും. ഇതിനെ തകർക്കാൻ വരുന്ന ഏത് വ്യക്തിയുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുന്നവരാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ പേരാണ് പൗലോസ്. അല്ലേ? പൗലോസിൻ്റെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. സഭയെ മുച്ചൂടും നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ച പൗലോസിനെ കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് യൂറ്റേൺ അടുപ്പിച്ചു.
അങ്ങനെയാണ് നമ്മൾ കാണുന്നത് തിരുവചനത്തിലല്ലേ. അപ്പം നമ്മളൊക്കെ അയ്യോ സഭയെ സംരക്ഷിക്കുമെന്ന് പറയുന്ന നമ്മളുടെ കഴിവ് കൊണ്ടല്ല സഭ നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡസ്ട്രക്റ്റബിൾ ചർച്ച്. ചർച്ച് എന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റബിളാണ്. അതിനെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. കർത്താവിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ഉള്ളിടത്തോളം ആമേൻ സഭയെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭയിലും ക്രിസ്തുവേശിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വേറൊരു ചർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ the early church did not boast of its proud steeples. വലിയ വലിയ മണിമന്ദിരങ്ങളിലല്ല ന്യൂ ടെസ്റ്റമെൻറ്റ് ഏർലി ചർച്ച് പ്രൗഡായത്. പ്രൈസ് ലോർഡ്. അത് ഡഞ്ചിയൻസിനകത്തിലും ഗുഹയ്ക്കകത്തിലും വ്യക്തികളുടെ എരുത്തിലിൻ്റെ സൈഡിലുമൊക്കെ ഇരുന്ന് ആരാധിച്ച ആരാധന. പ്രൈസ് ലോർഡ്. അപ്പം ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയ ബിൽഡിങ്ങിനെ അടിസ്ഥാനമാക്കിയല്ല ദൈവ സഭ നിലനിൽക്കുന്നത്. ഏർലി ചർച്ച് ഡിഡ് നോട്ട് ബോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സ്. വലിയ മിനാരങ്ങളും ഒക്കെയുള്ള വലിയ മണിമന്ദിരങ്ങൾ സഭയ്ക്കില്ലായിരുന്നു. ദർ ഈസ് നോട്ട് എ റെഫറൻസ് ടു എ ചർച്ച് ബിൽഡിംഗ് ഇൻ ഇറ്റ്സ് ന്യൂ ടെസ്റ്റമെൻറ്റ്. നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഒരു ബിൽഡിങ്ങും കാണുന്നില്ല. മർക്കോസിൻ്റെ മാളിക മുറിയിൽ കയറിയത് ഒഴിച്ചാൽ ബാക്കി പ്രദേശങ്ങളിലൊന്നും സഭയ്ക്ക് ബിൽഡിങ് പോലും കാണുന്നില്ല. They have met in the dungeons and the caves. അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഇഷ്ടം ആ ഒത്തുകൂടാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയായിരുന്നു സഭയുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. ഏർലി ചർച്ച് ഫ്ലഷിനെ സ്വാധീനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ട്രിക്സ് ഉപയോഗിച്ചില്ല. ഇന്നത്തെ ചർച്ചുകളിലാണെങ്കിൽ ജിമ്മൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അയ്യോ ഞങ്ങളുടെ ചർച്ച് ജിമ്മുണ്ട്, വാ, അങ്ങനെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ ബാസ്കറ്റ്ബോളിൻ്റെ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്, വാ, ഞങ്ങൾക്ക് ആ ടീമുണ്ട് ഈ ടീമുണ്ട്, ഞങ്ങൾ വലിയ പുള്ളികളാണ്, നിങ്ങൾ വാ. പ്രൈസ് ദി ലോർഡ്. ഏർലി ചർച്ചിന് ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ചിൻ്റെ വിളിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നീ വാ, നീ സിക്കാണെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ കൂടെ ഒരു ആത്മാവുണ്ട്, ഒരു പരിശുദ്ധൻ്റെ ആത്മാവ്. അവൻ നിങ്ങളുടെ ഡിപ്രഷനെ മാറ്റിക്കളയും, നിങ്ങളുടെ വേദനകളെ മാറ്റിക്കളയും. നിങ്ങളുടെ ഇന്ന് കർത്താവിൻ്റെ ദാസൻ പീറ്റർ ബ്രദർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് പിന്നെ മുടന്തനായ വ്യക്തിയെ വിളിച്ച കാര്യം പറഞ്ഞു അല്ലേ? ഹല്ലേലൂയ. പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഫ്ലഷിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഞങ്ങൾക്ക് അതൊന്നും ഓഫർ ചെയ്യാനില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ശവമടക്കാൻ ഗ്രേവിയാടൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് കിടന്നിറങ്ങാൻ പോലും സ്ഥലമില്ല. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ ബോഡി എവിടെ കുഴിച്ചിടും അതൊന്നും ഞങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. പ്രൈസ് ലോർഡ്. നിന്നെ ഇതുവരെ മതിച്ചിരുന്ന നിന്റെ വേദനകൾക്ക് ആശ്വാസം തരുന്ന ഒരുവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അതായിരുന്നു വിളിയുടെ ആ ശക്തി എന്ന് പറയുന്നത്. ഇതായിരിക്കണം നമ്മളുടെ കൂടെയുള്ള വിളിയുടെ ശക്തി. ഹല്ലേലൂയ. ഒരാളിനെ ധൈര്യത്തോടു കൂടി ഈ സഭയ്ക്കകത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന അങ്ങനെയുള്ള ഘടകങ്ങളായിരിക്കണം. ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്രഷനെ മാറ്റുന്ന ഒരുവൻ ഞങ്ങളുടെ കൂടെ ആരാധനയിൽ ഇന്ന് സംബന്ധിക്കുന്നുണ്ട്. അത് പാസ്റ്ററല്ല, അതിവിടെ നിൽക്കുന്ന വേറെ ആരെങ്കിലുമല്ല. ഇവിടെ ചർച്ചിൽ വർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലീഡ് ചെയ്യുന്ന ആരെങ്കിലുമല്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും അതിനകത്തിൽ യാതൊരു റോളുമില്ല. ഒരുവൻ ഇവിടെ വരുന്നുണ്ട്, അവൻ്റെ സ്പർശനമേൽക്കാൻ വാ എന്ന് വിളിക്കാനുള്ള ധൈര്യം. അതാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ചിന് കർത്താവ് തന്നിരിക്കുന്നത്. അതാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. The early church was led by the Holy Spirit. അതായിരുന്നു
വേറൊരു സ്വഭാവം, സഭയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സഭ നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2:4 ഇങ്ങനെ പറയുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർ അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഏർലി ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. ആത്മാവ് എന്തോ ചെയ്യുന്നേ? ആത്മാവ് നമ്മളെ എന്തോ ചെയ്യുന്നേ? സകല സത്യത്തിലും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പരിശുദ്ധാത്മാവ് നയിക്കുമെന്ന്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന ഒരാൾ നിരാശപ്പെട്ടു പോകത്തില്ല, വേദനിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കൃപ വർദ്ധിക്കുന്നത് നിങ്ങൾ അനുഭവിക്കും. ഈ ദിവസങ്ങളിൽ ഹോളി സ്പിരിറ്റിൽ ആശ്രയിക്കാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരപാരമായ സമാധാനം, ഒരപാരമായ സ്നേഹം, സന്തോഷം ഇതെല്ലാം വന്ന് നിറയുന്നത് നമ്മൾ അനുഭവിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക് കർത്താവ് തന്നിരിക്കുന്നത്, നിങ്ങളോടുകൂടെ എല്ലാ നാളും ഞാൻ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തമാണ് നിങ്ങളോടുകൂടെ എല്ലാ നാളും. ലോകാവസാനത്തോളം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ പാസ്റ്ററിന് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തില്ലായിരിക്കാം, ഒരുപക്ഷെ എൽഡേഴ്സ് മൂപ്പന്മാർ നിങ്ങളുടെ അടുത്ത് കാണത്തില്ലായിരിക്കും, സഹോദരി സഹോദരന്മാർ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് കാണത്തില്ലായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏർലി ചർച്ച് വാസ് എ പ്രീച്ചിങ് ചർച്ച്. ഏർലി ചർച്ച് എന്ന് പറഞ്ഞാൽ, ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് പ്രീച്ചിങ് ചർച്ചായിരുന്നു. നിങ്ങൾ കാണുന്നവരോടൊക്കെ സുവിശേഷം പറയണം. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ, ഒന്നുമല്ലെങ്കിൽ ശമരിയക്കാരി സ്ത്രീയെ പോലെങ്കിലും ആകണം. എനിക്കൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷേ വന്ന് കാൺമീൻ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ നിങ്ങൾ പോയി വിളിക്കണം. വാ, നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നവരോടുണ്ട്. ഹല്ലേലൂയ. അവനുമായിട്ട് അല്പസമയം നിങ്ങൾ വന്ന് ആമേൻ, അവനുമായിട്ടൊന്ന് ആരാധിക്കാം, അവനുമായിട്ടൊന്ന് കൂടാം, അവനെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിനകത്തിൽ സ്പിരിച്വൽ മെസ്സേജസ് ഉണ്ടായിരിക്കും, ചർച്ചിനകത്ത് ഡോക്ട്രിൻസ് പ്രീച്ച് ചെയ്യും. ഹല്ലേലൂയ. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിനകത്തിൽ ഡിസ്പെൻസേഷണൽ മെസ്സേജ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ യുഗങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന കാലങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള മെസ്സേജ്, ആമേൻ, ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൻ്റെ പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. എ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് ഈസ് ബേസ്ഡ് ഓൺ സ്ക്രിപ്ചറൽ മെസ്സേജ്. വചനാടിസ്ഥാനത്തിലായിരിക്കും. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കണമെന്നുണ്ട്, ഓരോന്നും എടുത്ത് വിശദീകരിക്കണമെന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. ഹല്ലേലൂയ. അതിനകത്ത് ഡിസ്പെൻസേഷൻ മെസ്സേജ് ഉണ്ട്, ഡോക്ട്രിനൽ മെസ്സേജ്, സഭയ്ക്ക് ആമേൻ, ഹല്ലേലൂയ, സഭയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച്, അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് ഉള്ള പഠനമുണ്ടായിരിക്കും ഒരു സഭയെന്ന് പറഞ്ഞാൽ. സഭയ്ക്കകത്തിൽ പ്രോഫറ്റിക് മെസ്സേജസ് ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഈ പറയുന്ന മെസ്സേജിനകത്തിൽ നിങ്ങൾക്കാവശ്യമുള്ള ഹല്ലേലൂയ മെസ്സേജ് അതിനകത്തിൽ വരും. പ്രീ മില്ലനിയൽ മെസ്സേജ് ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, മധ്യാകാശ വരവിനെക്കുറിച്ചുള്ള മെസ്സേജ് ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എ ഗോസ്പൽ മെസ്സേജ് ഈസ് നീഡഡ് ടുഡേ. ഗോസ്പൽ മെസ്സേജ് ഉണ്ടായിരിക്കും ഇതിനകത്തിൽ. ആമേൻ. സുവിശേഷത്തിൻ്റെ മെസ്സേജുകൾ ഉണ്ടായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആമേൻ വെറുതെ വന്ന് കൂടാൻ വേണ്ടിയല്ല, കൂടിയ നമ്മൾ ദൈവസ്നേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്യണം. ഇതിനകത്തിരിക്കുന്നവർ തമ്മിൽ വലിയൊരു സ്നേഹം നമ്മളുടെ ഉള്ളിൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് അനേകരിലേക്ക് പകരപ്പെടണം. നമുക്ക് വലിയൊരു കോളിംഗ് ഉണ്ട്. ആ കോളിംഗ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പുതിയ നിയമസഭയുടെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. എല്ലാ സഭകളെയും പോലെ അല്ല നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവസഭയുടെ ഭാഗമായി തീരാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന, കർത്താവ് ആമേൻ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു സഭയുണ്ട്.
ആ സഭയുടെ ഭാഗമായി തീരാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് വരാൻ പഠിച്ച വാക്യങ്ങൾ പറയും. പ്രൈസ് ദി ലോർഡ്. Jesus loves me, this I know, for the Bible tells me so. Little ones to Him belong, they are weak, but He is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. Jesus loves me, this I know, as He loved so long ago, taking children on His knee, saying, let them come to me. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. യഹോവ എൻ്റെ ഇടനക്കുന്ന I can do all the things through Christ who strengthens me. I can do. I can do. I can do all things through Christ who strengthens me. Hallelujah. Praise the Lord. It is a good thing to give. It is a good thing to give thanks unto the Lord and to sing praises unto you, O Most High. Psalms 92, verse 1. Remember the word unto thee, servant, upon which thou hast caused me to hope. Psalms 119, verse 50. Hallelujah. I can do. I can do. Lord, give me your unfailing love, the salvation that you promised me. Then I can answer those who taunt me, for I trust in your word. Do not snatch your word of truth from me, for your words are my only hope. Psalms 119, 41 to 43. Psalms 42 verse 1 and 2. As the deer panteth for the stream of water, so my soul longs for you, O Lord. My soul thirsties, God, for the living God. Where can I Praise go Jesus. and meet with you? Ephesians 6, verse 10. Finally, be strong in the Lord and in his mighty power. Joshua 4, verse 24. That all the people of earth may know the hand കർത്താവേ, സ്തോത്രം, സ്തോത്രം. of Joshua, that is mighty. Revelation chapter 22 verses 18 to 20. I testify to everyone who hears the words of the prophecy of this book. If anyone adds to these things, to him God shall add the plagues that which are written in this book. If anyone takes away the words of this book which are written in the prophecy of this book, to him God shall take away his part from the book of life and from the things which are written in this book. He who testifies to these things says, surely I am coming quickly. Even so, come, Lord Jesus. May the grace of our Lord Jesus Christ be with you. Amen. Psalms 20, verse 1 and 2. May the Lord answer you in the day of trouble, when the lay of the Lord
He can defend you. A lot of summer side says 186. കഴിഞ്ഞോ? ഹല്ലേലൂയ. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജാസ്മിൻ സിസ്റ്റർ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ഈ സമയത്ത് എന്നെ സ്തുതിക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരം നൽകി തന്നിരിക്കുന്ന സ്തോത്രം. വചനം പറഞ്ഞ കർത്താവെ, മെമ്മറീസ് പറഞ്ഞ ഓരോ കുഞ്ഞുങ്ങളെ എൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. അവിടുന്ന് സഹായിക്കണം, അവിടുന്ന് കൃപയാൽ നിറയ്ക്കണം കർത്താവെ. സ്കൂളിലും ഒക്കെ അവരെ മനസ്സിന് പാത്രമാക്കണം കർത്താവെ. നല്ലോണം പഠിക്കാനായിട്ട് അവിടുന്ന് സഹായിക്കണം. യാത്രകളിലൊക്കെ കൂടിയിക്കണം. ഫ്രണ്ട്സിൻ്റെ മധ്യത്തിൽ കർത്താവെ, എൻ്റെ പിതാവിൻ്റെ കർത്താവെ സാക്ഷിയായിട്ട് നിൽക്കാനായിട്ട് അവിടുന്ന് സഹായിക്കണം കർത്താവെ. അവരുടെ ഓരോ ചൂടും കർത്താവെ എൻ്റെ പിതാവിനെ മഹിമപ്പെടുത്താൻ മാതിരിയാക്കി തീർക്കണം കർത്താവെ. എൻ്റെ കൃപയാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. എല്ലാ പ്രാർത്ഥന യേശുനാമത്തിൽ തന്നെ. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് അങ്ങനെ കർത്താവ് കൂടി വെച്ച വിധങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു വിശുദ്ധ പകൽവേള ദിവസനിധി സാക്ഷിയാ നിൽപ്പാൻ സ്വർഗത്തിലെ പിതാവ് അവിടുന്ന് ഇടയ്ക്കിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിൽ കടന്നു പോകാനും കുഞ്ഞിനെ കൊണ്ടുവരുവാനൊക്കെ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ചതായ ദൈവമക്കളോടും കത്തുദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈ ദ വേ, ലിജു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായിരുന്നു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലതായിട്ട് ആ വചനം നല്ലതായിട്ട് നമുക്ക് ഗ്രഹിക്കത്തക്കതുപോലെ അദ്ദേഹം അത് നമുക്ക് വിശദീകരിച്ച് തന്നല്ലോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചിലരൊക്കെ ഇതിപ്പം ഞാൻ പറയാൻ കാര്യം, ചിലരൊക്കെ ഈ സങ്കീർത്തനം പ്രബോധിപ്പിക്കാൻ മടി കാണിക്കുന്നുണ്ട്. മടി കാണിക്കരുത്. ഹല്ലേലൂയ. അത് അവസരമായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ ജോയലിനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇന്ന് ജോയലിനെ കാണാൻ സാധിച്ചു. നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെയാണ്, പലപ്പോഴും വരാനൊക്കെ സാധിക്കുന്നില്ല. ദൈവം എല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹം, സകല സാഹചര്യങ്ങളും ആരാധനയ്ക്കുമൊക്കെ വരാനുള്ള സാഹചര്യങ്ങളും ഒക്കെ കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഒരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രിയൻ വരവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണു നീ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണു നീ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിലെ ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിലെ ഒരുങ്ങിയിടാം. ആകാശത്തിൻ ശക്തിയിളകുന്നതാ ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തിയിളകുന്നതാ ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം ജീവരായിടുന്നേ
സർവശക്തിയിൽ ജയിച്ചവരോടിടുന്നേ ലോകമോഹങ്ങൾക്കതിരട്ടിയിരുന്നതാ ഒരുങ്ങീടാം ലോകമോഹങ്ങൾക്കതിരട്ടിയിരുന്നതാ ഒരുങ്ങീടാം മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ താൻ തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാം തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങീടാം മാലിന്യപ്പെട്ടിടാതോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി മാലിന്യപ്പെട്ടിടാതോടിടുക മണവാളൻ വരവേറ്റമടുത്തുപോയി മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങീടാം മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങീടാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവതിൻ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവതിൻ താമസമേറെയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം 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 നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സൈജ് പ്രാർത്ഥന. കർത്താവേ കൃപ ഹല്ലേലൂയ സഭ ആരാധനയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവിനെ അമേന പാങ്ങെ പാടിയാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവവിടെയാക്കി കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ തുടക്കം ആമേൻ ആമേൻ ആദ്യ അവസാനം കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിനായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ പാടുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ വചനത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞങ്ങൾ പോകുന്നതും ഒക്കെ അറിയുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവ് കാലങ്ങളിൽ കർത്താവേ ദൈവഹിത പ്രാരോരോ ചൂടും വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് ഓരോ ദിവസവും കർത്താവായി അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ പാടി അവസാനിപ്പിച്ച പോലെ കർത്താവേ അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ആളുകളിൽ കർത്താവേ ജീവിത വിശുദ്ധിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനെ ഞാൻ നോക്കി യാത്രയുവാൻ ഞങ്ങളെ ഏവരെയും കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുത്തെ കൃപനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഹല്ലേലൂയ കടന്നു വരാൻ കഴിയാതെ ഭാവനായിരിക്കും ഞങ്ങളുടെ സൗരസന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കും കർത്താവേ അവരേത് ആമേനാവശ്യത്തോടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രോഗങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ ദൈവിക സൗഖ്യവും ബലവും കർത്താവ് അവരുടെ മേൽ അവിടെ നയിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കും കർത്താവേ ഹല്ലേലൂയ ഇരട്ടി സന്തോഷം പ്രാപിച്ചവരായി ഇരട്ടി ബലം പ്രാപിച്ചവരായി ആത്മീയ കൃപകൾ പ്രാപിച്ചവരായി മടങ്ങി പോകാൻ കർത്താവ് ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞങ്ങൾ ആമേൻ കൂടി വരുമ്പോഴേ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ് ഞങ്ങളെ പുറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആമേൻ അടുത്ത ഒരാഴ്ചക്കാലം ജീവിപ്പാമയുടെ ദൈവകൃപ ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരിക്കൽ കൂടെ ദിവസം ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കൃപയ്ക്ക് നന്ദി പറയുന്നു വരും പ്രത്യാശ ഞങ്ങൾ നിറയ്ക്കണം മാനവ തപസ്സിനും ഞങ്ങൾക്കായ കൃഷ്ണ ജീവിച്ച യേശു കർത്താവിൻ വലിയ റബ്ബിൽ തന്നെ ആമേൻ. വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിച്ചു തന്നെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലാലോചന സഹകരണവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിലും നാമലയുടെ മേൽ പ്രദേശങ്ങളുടെ വേലകളുടെ മേൽ ഇപ്പോഴെപ്പോഴും തന്നെ നാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട ദൈവഞ്ഞാടിൻ്റെ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗമേ.